ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ആസിഡ് ബേസ് സോൾട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസിഡും ബേസസും എന്തൊക്കെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ആസിഡും ബേസസും കഴിഞ്ഞു, ഇനി സോൾട്ടിന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ അതിനൊക്കെ മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഇപ്പം നീളം നോക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ഒരു ഹൈറ്റ് നോക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നുകിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അളവൊക്കെ വെച്ചിട്ടുള്ള ഒരു ചുമരിനടുത്ത് പോയിട്ട് ഒരു അടയാളപ്പെടുത്തിയിട്ട് അതിന് ശേഷം വല്ല ടേപ്പോ മറ്റോ വെച്ചിട്ട് നീളം നോക്കും അല്ലേ. അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ ഓൾറെഡി അടയാളപ്പെടുത്തിയ സ്കെയിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ചാരി നിന്നിട്ട് അങ്ങനെ നോക്കും. ഇനി വെയിറ്റ് നോക്കണമെങ്കിലോ ഒരു വെയിങ് മെഷീനിൽ പോയിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ വെയിറ്റ് നോക്കും അല്ലേ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ്, ഒരു വണ്ടി പോകും, വണ്ടിയുടെ സ്പീഡ് അറിയണം. അപ്പോൾ നമുക്ക് സ്പീഡോ മീറ്ററോ നോക്കിയിട്ട് വണ്ടിയുടെ സ്പീഡ് അറിയാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വെള്ളം എടുക്കുന്നു, ഒരു സാധനം, ഒരു വെള്ളം നമ്മളൊരു എമൗണ്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, ഒരു 1/2 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1/2 ലിറ്റർ പാല്, അങ്ങനെ 1/2 ലിറ്റർ എന്നൊക്കെ എമൗണ്ട് എന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കും ഏകദേശം ഒരു എമൗണ്ട് ഉണ്ട്, നമുക്ക് അറിയുന്ന ഒരു 1/2 ലിറ്റർ എന്ന് പറഞ്ഞൊരു അളവുണ്ട്, അത്ര എടുക്കും. ഇനി ലാബിൽ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്നു. അപ്പോൾ എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് 25 മില്ലി ലിറ്റർ എനിക്ക് വേണ്ടു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 25 മില്ലി ലിറ്റർ മെഷർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കൊരു സ്കെയിൽ ഉണ്ട് അല്ലെ. മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്, അതിന്റെ റെസ്പെക്ട് ആയിട്ടാണ്, അതിന് റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ. അപ്പം ആ മെഷർമെന്റിന് എല്ലാത്തിനും സ്കെയിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കി നമ്മുടെ ആസിഡും ബേസിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഈ ഒരു വീഡിയോയുടെ ഡിസ്കഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് എക്സ്പെരിമെന്റും മറ്റൊക്കെ ചെയ്തിട്ട് കുറച്ചൊരു പണി എടുത്തിട്ടാണ് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ കണ്ടുപിടിക്കുന്നത് അല്ലേ. ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, ടേസ്റ്റ് നോക്കൽ പിന്നെ ഞാൻ ഓൾറെഡി വിട്ടതാണ്, ഡേഞ്ചർ ആണെന്ന് നിങ്ങളോട് നേരെ പറഞ്ഞതാണ്. ഓക്കെ, അതൊരു വഴി. പക്ഷെ ഇതൊന്നും ചെയ്യാതെ തന്നെ ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് അറിയാൻ പറ്റും നമുക്ക്. ശരി, നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫിക്കേഷൻ പഠിച്ചു അല്ലേ. അതായത് ആസിഡും ബേസും ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മൾ പഠിച്ചു അല്ലേ. ഐഡന്റിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഐഡന്റിഫിക്കേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, എന്താണ്, ഐഡന്റിഫിക്കേഷൻ വഴി നമുക്ക് മനസ്സിലാവും. അതായത് എന്ത് മനസ്സിലാവും, ആസിഡ് അല്ലെ ബേസ്, ഈ രണ്ടിലൊരു സംഭവം നമുക്ക് മനസ്സിലാവും, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് മനസ്സിലാവും. പക്ഷെ ആസിഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണോ അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞ വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണോ വീക്ക് ആയിട്ടുള്ള ബേസ് ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും. ആ ഒരു അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ ഒരു അളവ് എങ്ങനെ മനസ്സിലാക്കാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതാണ് ഈ ഒരു ക്ലാസ്സിൽ അതുകൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, pH സ്കെയിൽ. നമ്മൾ ഈ വെയിങ് മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ ആസിഡിന്റെയും ബേസിന്റെയും കാര്യത്തിൽ അതിന്റെ സ്ട്രെങ്ത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് pH സ്കെയിൽ. ഓക്കെ, ഈ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ, സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം മൊത്തം ഞാൻ പറഞ്ഞുതരാം, ഡിസ്കസ് ചെയ്യുന്നതും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്നാൽ പിന്നെ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു തിയറി നിങ്ങൾക്ക് പഠിപ്പിക്കും, അറീനിയസ് തിയറി എന്ന് പറഞ്ഞിട്ട്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു ഐഡിയയാണ് കണ്ടിന്യൂഷൻ. അതായത് ആസിഡ് എന്ന് വെച്ചാൽ H+ റിലീസ് ചെയ്യുന്നു, ആൽക്കലി എന്ന് വെച്ചാൽ OH- റിലീസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു തിയറിയാണ് അറീനിയസ് തിയറി. അറീനിയസ് തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യും. നമ്മൾ സോൾട്ടിന്റെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണല്ലോ. അപ്പൊ സോൾട്ടിന്റെ ഫോർമേഷനും സോൾട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോർഷനിൽ നമ്മൾ അത് പഠിക്കും ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, ഇത് രണ്ടുമാണോ? അല്ല. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രധാനമായിട്ടുള്ള pH സ്കെയിൽ എന്നൊരു പോർഷനും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടെത്തുന്നതിൽ കുറേ മുന്നോട്ട് വന്നു, ഒരുപാട് മുന്നോട്ടും പോയിട്ടറിയാന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരുപാട് ദൂരം മുന്നോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാലോ. അപ്പൊ നമ്മൾ ആദ്യം, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ഐഡിയ ആണ് ഡിസോസിയേഷന്റെ കാര്യം. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, ആസിഡും ബേസും ആൽക്കലൊക്കെ ഡിസോസിയേറ്റ് നമ്മൾ റിയാക്ഷൻ ചെയ്ത്. അപ്പൊ അതൊന്നും കൂടി നമുക്ക് റീകോൾ ചെയ്യാം, ഒന്നും കൂടി പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച്. ഇപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തില്ലേ? ചെയ്തതിന് ശേഷം ഇനി അത് ചെയ്യാൻ നോക്കി, ചെയ്തിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ ഡിസോസിയേറ്റ് നിങ്ങൾ എഴുതാൻ നോക്ക്. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പൊ നിങ്ങളത് ചെയ്തതിന് ശേഷം മാത്രം പ്ലേ ചെയ്തിട്ട് ബാക്കി കാണും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം HCl ഡിസോസിയേറ്റീവ്, എങ്ങനെ, H+ഉം Cl- ആയിട്ട്. H2CO3 എങ്ങനെയാവും? H+ഉം 2H+ഉം CO3 2-ഉം. HNO3 എങ്ങനെയാണ്? H+ഉം NO3-ഉം. NaOH ആണെങ്കിലോ Na+ഉം OH-ഉം. MgOH ടോയ്സ് ആണെങ്കിലോ Mg+ഉം Mg2+ഉം 2OH-ഉം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യം കണ്ടേ. ആദ്യത്തെ 3 ആൾക്കാർ ആസിഡ് ആണ്, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അപ്പൊ അതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇത് 3 ആസിഡാണ്. 3 ആൾക്കാരിൽ കോമൺ ആയിട്ട് ആരുണ്ട്?
ഇതിൽ മൂന്നിലും H+ കോമൺ ആണ് അല്ലേ? അവസാനത്തെ രണ്ടാൾക്കാരും ബേസ് ആണ്. നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ബേസ് ആണ്, അല്ലെങ്കിൽ ആൽക്കലീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൈഡ്രോക്സൈഡ് റിലീസ് ചെയ്യുന്ന ആൾക്കാർ ആൽക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ്? OH- റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കണ്ടല്ലോ. ഈ രണ്ട് ഐഡിയനെ ബേസ് ചെയ്തിട്ട് അറീനിയസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു തിയറി എഴുതും. ആ പുള്ളിക്കാരന്റെ തിയറി വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഏത് ആസിഡോ ഏത് ബേസോ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ലിബറേറ്റ് H+ ions in aqueous solution and bases are substance which liberate OH- ions. അപ്പൊ ഇത്രയും ഐഡിയ ഉള്ളൂ. എന്താണ് പുള്ളിക്കാരൻ അറീനിയസ് തിയറി അനുസരിച്ച് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആസിഡിനെയും ബേസിനെയും ഒക്കെ വെള്ളത്തിൽ ഡിസോൾവ്, രണ്ടും ഒന്നിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആസിഡ്സിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു, ബേസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ ആസിഡ്സിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന പുള്ളി പറയുന്നത്? H+ ions റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആസിഡ്സ്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അക്വസ് സൊല്യൂഷനിൽ, ആസിഡ്സിന്റെ അക്വസ് സൊല്യൂഷനിലെ കാര്യമായിട്ട് പറയുന്നത്, വേറെ സൊല്യൂഷൻ ഒന്നല്ല. ആസിഡ്സിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ H+ റിലീസ് ചെയ്യുന്നുണ്ട്, അതിനെ പറയും ആസിഡ്സ് എന്ന് പറയും. ഇനി വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- റിലീസ് ചെയ്യുന്ന കമ്പൗണ്ട്സ് നമ്മൾ എന്ത് പറയും? ബേസസ് എന്ന് പറയും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലീസ്. ആൽക്കലീസിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? OH- റിലീസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പം അറീനിയസ് പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, കാരണം എല്ലാ ആൽക്കലീസും ബേസസ് ആണ് അല്ലെ? പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണിൽ അന്ന് ആൽക്കലി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ ബേസ് ആണ്. ബേസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ മാത്രമേ പുള്ളി പറഞ്ഞു. നമ്മൾ ഇപ്പോഴാണ് ഇതിന് ആൽക്കലി എന്ന് പറഞ്ഞ പേരൊക്കെ കൊടുത്തത്. ഇപ്പം എല്ലാം ബേസസ് ആണ്. ഓക്കെ, അപ്പം ആസിഡ്സ് എന്താണ്? അപ്പൊ സിമ്പിൾ ആയിട്ട് ആസിഡ് നമ്മൾ എങ്ങനെ പറയാം? ആസിഡ് H+ തരുന്നു അല്ലെ? ചെടികൾ പൂവ് തരുന്നു, പഴം തരുന്നു, ആസിഡ് H+ തരുന്നു. ബേസസ് എന്ത് ചെയ്യുന്നു? ബേസസ് നമുക്ക് OH- തരുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ അല്ലേ? അതാണ് അറീനിയസ് തിയറി. വളരെ സിമ്പിൾ തിയറി. ആസിഡ് H+ തരുന്ന, അതായത് വെള്ളത്തിൽ, ഇവിടെ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചായി, വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ, when dissolved in water, acids are substances that give H+ ions and bases are substances that give OH- or hydroxide ions. ഓക്കെ, അപ്പൊ അറീനിയസ് തിയറി കണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാലോ. സോൾട്ട് ഒക്കെ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ സിമ്പിൾ എന്താണെന്ന് വെച്ചാൽ ന്യൂട്രലൈസ് ആവുന്നതാണ്. അതായത് ആസിഡ് എന്ന് വെച്ചാൽ ഒരു എൻഡാണ്, പുളി ടേസ്റ്റ് ഒക്കെ ആസിഡ് ഒരു സ്ട്രെങ്ത്, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പോലെയാണ് നമ്മൾ ബേസിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് ആളുടെ രണ്ടാളും ഒന്നിച്ച് വായിക്കാൻ എന്ത് സംഭവിക്കും? അവിടെ ന്യൂട്രൽ ആവും. ന്യൂട്രൽ ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അവിടെ വാട്ടർ ഫോം ചെയ്യും. അതിനാണ് ന്യൂട്രലൈസ്. ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് അതിന്റെ അസിഡിക് ക്യാരക്ടറിനെ ബേസിക്, അതായത് അസിഡിക് ആയിട്ടുള്ള സാധനത്തിനെ ബേസിക് ആയിട്ടുള്ള സാധനം കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യും. അതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ സെറ്റപ്പിൽ നിങ്ങൾ കുറെ അടുത്ത ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈട്രേഷൻ. ഇങ്ങനെ ഈ സാധനങ്ങളില്ല, അതായത് ഈ ഒരു വലിയ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്യൂററ്റ് എന്ന് വിളിക്കും. എന്താണ്? ബ്യൂററ്റ് എന്ന് വിളിക്കും. താഴത്തെ നമുക്ക് ഓൾറെഡി പരിചയമുള്ള ആരാണ്? കോണിക്കൽ ഫ്ലാസ്ക് അല്ലേ? അപ്പം ഇവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് നമ്മൾ ജനറൽ ടൈട്രേഷൻ റിയാക്ഷൻ എന്ന് പറയും. ടൈട്രേഷൻ അല്ല, ടൈട്രേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കി കഴിഞ്ഞാൽ വെച്ച സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നോക്കാലോ. 50 ml HCl വേണം, ഒരു ബ്യൂററ്റ് വേണം, ഒരു പിപ്പറ്റ് വേണം, ഡയല്യൂട്ട് NaOH വേണം, കോണിക്കൽ ഫ്ലാസ്ക് വേണം, ഫിനോഫ്തലിൻ വേണം. ഈ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പിപ്പറ്റ് ഔട്ട് ചെയ്യാന്നൊക്കെ പറയും. എന്തിനാണെന്ന് വെച്ചാൽ പിപ്പറ്റ് എന്ന് വെച്ചാൽ ഒരു സാധനം, നമ്മൾ ഈ ബ്യൂററ്റ് ഒക്കെ പോലെ തന്നെ ഒരു വലിയൊരു സാധനമാണ്. അതായത് അതിന്റെ സൈഡിൽ എന്താണ് ഒരു, അതായത് ജനറൽ 2 ടൈപ്പ് പിപ്പറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ വായു കൊണ്ട് നമുക്ക് ആക്കുന്നതും അല്ലാതൊരു പിപ്പറ്റും ഉണ്ട്. അപ്പൊ ഇതൊരു റബ്ബറിന്റെ ഒരു ബോളാണ്, അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു ബോൾ. അപ്പൊ ഈ ബോളിന്റെ അറ്റത്ത് എന്താണ്, നമ്മൾ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട്. ട്യൂബിന്റെ അറ്റം ഇങ്ങനെ നല്ല കൂർപ്പിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ, ഞാൻ വരച്ച നോക്കണ്ട. ഓക്കെ, ഇതുപോലെ സാധനമാണ്. ഇതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത്ര മില്ലി ലിറ്റർ എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലിക്വിഡ് ഏതെങ്കിലും ഒരു ബോട്ടിൽ നിന്ന് എന്താണ് നമ്മൾ ലിക്വിഡ് എടുക്കുവാണെങ്കിൽ ഓക്കെ, ആ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്കിപ്പം 20 ml ആണ്, ഇപ്പം ഡയലൂട്ട് NaOH നമുക്ക് എടുക്കേണ്ട 20 ml ആണെങ്കിൽ ഈ പിപ്പറ്റ് വെച്ചിട്ട് നമുക്ക് 20 ml കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ വാല്യൂ നോക്കി മെഷർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണ് പിപ്പറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കോണിക്കൽ ഫ്ലാസ്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞാൽ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ നമ്മൾ ബേസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, കളർ മാറി പിങ്ക് കളർ ആവുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് ഈ റിയാക്ഷൻ അറിയാം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത്. ബ്യൂററ്റ് എന്ന് പറഞ്ഞത് ഈ വലിയ ട്യൂബാണ്. ഓക്കെ, പിപ്പറ്റ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു നമുക്ക് ചെറിയ എമൗണ്ട് 20 മില്ലി ലിറ്ററും 10 മില്ലി ലിറ്ററും ഒക്കെ ഒരു സാധനം എടുക്കണം. നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് മെഷർ സിലിണ്ടറിൽ എടുത്തിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിപ്പറ്റിൽ ഒറ്റയടി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് സാധനം കളക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലാബിലൊക്കെ ഉണ്ടെങ്കിൽ ഹയർ ക്ലാസ്സിൽ നിങ്ങൾ വിശദമായിട്ട് പഠിക്കും. ഓക്കെ, അത് അത്ര മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഫിനോഫ്തൽ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം. എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഫിനോഫ്തലിന് ഉപയോഗിക്കാം. പിങ്ക് കളർ കാണിക്കും എന്ത് ബേസ് ആണെങ്കിൽ. ആസിഡ് ആണെങ്കിൽ കളർ ഒന്നും മാറില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ ഒക്കെ മനസ്സിലുണ്ടല്ലോ. ഒന്ന് കണ്ണടച്ചിട്ട് എല്ലാ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഒന്ന് നോക്കി നമ്മൾ എന്താ ചെയ്തേ, ഒരു സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡിൽ നമ്മൾ എന്ത് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബ്യൂററ്റ് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ബ്യൂററ്റിൽ നമ്മൾ ഡയലൂട്ട് HCl എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്യൂററ്റിന്റെ ഒരണ്ടം കണ്ടോ, ഇവിടെ ഒരു സ്റ്റോപ്പർ പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് കൺട്രോൾ ചെയ്യും ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വരണോ വേണ്ടിയോ എന്നുള്ളത്. അതായത് ബ്യൂററ്റിൽ നിന്നുള്ള HCl താഴോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇതൊരു ടാപ്പിന്റെ ഒരു സ്വിച്ച് പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ആ ഫ്ലോ കൂടുകയും കുറയുകയും ചെയ്യും. താഴെ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, NaOH സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ടുണ്ട്. NaOH എന്താണ്, ബേസ് ആണ്. അപ്പൊ നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് എന്താ മക്കളെ സംഭവിക്കുക, അതിന്റെ കളർ മാറി പിങ്ക് ആവുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പിങ്ക് സൊല്യൂഷൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് പ്രൊസീജിയർ എന്താ നോക്കിയാലോ. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ HCl ബ്യൂററ്റിൽ എടുത്തു. എന്നിട്ട് നമ്മൾ 20 മില്ലി ലിറ്റർ ഓഫ് ഡയലൂട്ട് NaOH പിപ്പറ്റ് ഔട്ട് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തു. അതിൽ 1-2 ഡ്രോപ്പ് ഫിനോഫ്തലിൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് ഈ ബ്യൂററ്റിന് താഴെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ സ്റ്റോപ്പർ കണ്ടോ, ഞാൻ ഈ സ്റ്റോപ്പർ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, ഈ സ്റ്റോപ്പർ മെല്ലെ തുറന്നിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, HCl താഴത്തെ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇങ്ങനെ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് താഴത്തെ കോണിക്കൽ ഫ്ലാസ്ക് നമ്മൾ ഇങ്ങനെ ഇളക്കും എന്ത് സംഭവിക്കും, അതിങ്ങനെ മിക്സ് ആവും. അതിന്റെ കൂടെ തന്നെ പിന്നെയും ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഒബ്സേർവ് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ട കാര്യം ഈ പിങ്ക് കളർ പോകുന്ന മൊമെന്റ്. അതായത് പിങ്ക് കളർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്തു ഇളക്കുമ്പോൾ പിങ്ക് കളർ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇപ്പോഴും സോഡിയം ഹൈഡ്രോക്സൈഡ് അവിടെ തന്നെ ഉണ്ട്, ന്യൂട്രലൈസ് ആയിട്ടില്ല. പിന്നെയും നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് ആ കളർ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നു എന്നാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, ആ കളർ പോകുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, ആ ഒരു എക്സാക്ട് എമൗണ്ട് ഇല്ലേ, എക്സാക്ട് എമൗണ്ട് എത്രത്തോളം HCl നമുക്ക് വേണമെന്ന് പറയുന്നില്ലേ, അതാണ് അതിന്റെ ന്യൂട്രലൈസേഷന് വേണ്ടിയിട്ടുള്ള HClന്റെ വോളിയം. പറഞ്ഞു കേൾക്കുമ്പോൾ കുറേ കൺഫ്യൂസിംഗ് ആയി തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയും, മെല്ലെ പറയും, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ പോകും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടി കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോ നമ്മൾ എന്താ കണ്ടത്, സൊല്യൂഷൻ വാസ് പിങ്ക് കളർ നമ്മൾ കണ്ടു. ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പം ആ NaOH ബേസ് ആയതുകൊണ്ട് അതിന്റെ കളർ എന്താണ്, പിങ്ക് കളറാണ്. പക്ഷേ ആ കളർ നമ്മൾ HCl ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കളർ കുറഞ്ഞ് അത് ലൈറ്റ് പിങ്ക് ആയി, പിന്നെ കുറച്ചുകൂടി വെറും ഷെയ്ഡ് ഓഫ് പിങ്ക് ആയി, പിന്നെ കുറച്ച് കഴിഞ്ഞും കംപ്ലീറ്റ്ലി കളർലെസ് ആയി, കളർ കംപ്ലീറ്റ് പോയി, പിങ്ക് കളർ കംപ്ലീറ്റ് പോയി അല്ലെ, ഡിസപ്പിയർ ആഫ്റ്റർ സം ടൈം. ആ ഡിസപ്പിയർ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, അതിനാണ് നമ്മൾ എൻഡ് പോയിന്റ് ഓഫ് റിയാക്ഷൻ, എൻഡ് പോയിന്റ് ഓഫ് ടൈട്രേഷൻ എന്നൊക്കെ പറയും. എൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് നിങ്ങൾ നിർത്തണം. അതിനുശേഷം പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ നിർത്തുക. അതിനുശേഷം ആഡ് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ കളർ പിന്നെ കൂടുതൽ കളർ ഇല്ലാതാവില്ല. കളർലെസ് ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കളർലെസ് ആവാനില്ലല്ലോ, കളറില്ല, അവിടെ തീർന്നു. റിയാക്ഷൻ ആ പോയിന്റിൽ നിർത്തണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്ത് റിയാക്ഷൻ പിന്നെ നടന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ അതിനുശേഷം നടക്കുന്നുണ്ട്, പക്ഷെ അതിനുശേഷം കൂടുതൽ ആസിഡ് ആയിരിക്കും. ആ ഒരു കളർ പോകുന്ന പോയിന്റിൽ എന്തായിരിക്കും, ആസിഡിന്റെ അമൗണ്ടും ബേസിന്റെ അമൗണ്ടും ഒക്കെ ഈക്വൽ ആയിട്ട് ന്യൂട്രലൈസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ ഓൾറെഡി ആക്കി, കുറച്ചുകൂടി ആസിഡ് ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും, ആ കളർലെസ് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ അതിന്റെ pH ടെസ്റ്റ്, അതായത് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഒരു ഡ്രോപ്പ് നമ്മളൊരു ഡ്രോപ്പറിൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഒരു ലിറ്റ്മസ് പേപ്പറിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന അറിയോ, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. അതായത് ആ സൊല്യൂഷൻ ഇപ്പൊ അസിഡിക് ആണ്, കുറച്ചുകൂടി ആസിഡ്. അതായത് ഞാൻ പറഞ്ഞു ഈ ഒരു അവസാന റിയാക്ഷൻ എത്തി നിന്നു, പിങ്ക് കളർ പോയി. അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. നമ്മൾ പിന്നെയും ഇങ്ങനെ HCl ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ HCl പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കളറിന് വലിയ വ്യത്യാസം, ഇപ്പോഴും കളർലെസ് ഉണ്ട്, പിങ്ക് കളർ തിരിച്ചു വരുന്നൊന്നുമില്ല. പക്ഷെ എന്നിട്ട് കുറച്ച് സമയം ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും മാറ്റം കാണാത്തപ്പോൾ നമ്മൾ ആ കോണിക്കൽ ഫ്ലാസ്ക് എടുത്ത് മാറ്റിയിട്ട് കോണിക്കൽ ഫ്ലാസ്കിൽ ഒരു ഡ്രോപ്പർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ കൊണ്ട് ആഡ് ചെയ്യുക. അപ്പൊ കളർ ചേഞ്ച് നോക്കുക, അത് ബ്ലൂ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, അതിപ്പം ബേസിന്റെ അമൗണ്ട് ഉണ്ട്. പക്ഷെ എന്താ കാണുന്നത് വെച്ചാൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവും. അതിനർത്ഥം എന്താണ്, ഇപ്പൊ ആ സൊല്യൂഷൻ ആസിഡിക് ആണ്, ആസിഡിന്റെ അമൗണ്ട് കൂടുതലാണ്. നമുക്ക് അതാണോ വേണ്ടത്? അല്ല, നമുക്ക് കറക്റ്റ് ആ ഒരു പോയിന്റ് ന്യൂട്രൽ ആണ് വേണ്ടത്. ന്യൂട്രൽ ആകുമ്പോൾ ഒരു കളർ ചേഞ്ചും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ എന്താണ്, ആ ഒരു പോയിന്റിൽ വേണം നമ്മുടെ റിയാക്ഷൻ നിർത്തി. ഇനി ഇപ്പൊ നമ്മൾ ഓക്കെ ആസിഡ് ഒക്കെ ആഡ് ചെയ്ത് ആ ഒരു എൻ പോയിന്റിൽ നമ്മൾ നിർത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഡ്രോപ്പ് നമ്മൾ നേരത്തെ ഓൾറെഡി എടുത്ത് വെച്ചല്ലോ, പിപ്പറ്റ് ഔട്ട് ചെയ്ത് 20 മില്ലി ലിറ്റർ നമ്മൾ NaOH എടുത്തത്. ഇപ്പം നമ്മൾ ഈ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിങ്ക് കളറൊക്കെ പോയി കളർലെസ് ആയി. ഇനി നമ്മൾ ഒരു 1-2 ഡ്രോപ്പ് NaOH എന്താ ചെയ്യുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു.
അപ്പൊ എന്താ സംഭവിക്കും മക്കളെ? ഇപ്പൊ ഉള്ളത്, അതായത് കളർലെസ് ആയിട്ടുള്ള സമയത്ത് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. രണ്ടാളെയും അമൗണ്ട്, അതായത് ആ ഒരു കോൺസെൻട്രേഷൻ സെയിം ആണ്. അതുകൊണ്ട് എന്താണ് രണ്ടും ന്യൂട്രൽ ആണെന്ന് പറയാം. അതായത് ഇവിടെ വേറെ കളർ, അതായത് ഫിനോഫ്തലിന് ഒഴിച്ചു കഴിഞ്ഞാലും അവിടെ കളർലെസ് ആയിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡ്രോപ്പ് എക്സ്ട്രാ, അതിൽ 1-2 ഡ്രോപ്പ് എക്സ്ട്രാ നമ്മൾ ബേസ് ആഡ് ചെയ്തു. അപ്പൊ സൊല്യൂഷൻ എന്തായി? ആ ഒരു സ്റ്റെബിലിറ്റി പോയേ, രണ്ടാളും ഈക്വൽ അല്ലേ, ഇപ്പം കുറച്ചധികം ബേസ് ആയി. അപ്പൊ ആ സൊല്യൂഷൻ എന്താവും? മാറും, കളർ പിന്നെയും വരും. പിന്നെന്താവും? ആഫ്റ്റർ ദ സൊല്യൂഷൻ കളർ എന്താവും? ഇറ്റ് വിൽ ബിക്കം പിങ്ക് കളേർഡ് പിന്നെയാവും. കാരണം എന്താണ്? ഇപ്പം സൊല്യൂഷനിൽ കുറച്ചധികം ബേസ് ഉണ്ട്, അപ്പം കുറച്ചുകൂടി ബേസിക് നേച്ചർ ആണ്. ആസിഡ് ആഡ് ചെയ്യുന്ന എന്ത് ചെയ്യും? അത് അസിഡിക് ആവും. പിങ്ക് കളർ വരുമൊന്നുമില്ല, പക്ഷെ അസിഡിക് ആവും അല്ലേ? അപ്പൊ അതാണ് നമുക്ക് കാണാൻ പറ്റിയത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ. അപ്പൊ എന്ത് മനസ്സിലായി? NaOH ബേസിക് ആണെന്ന് മനസ്സിലായി. സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ഫിനോഫ്തലിൻ ആഡ് ചെയ്ത പിങ്ക് കളർ വന്നപ്പോൾ തന്നെ മനസ്സിലായി ബേസിക് ആണ്. അതുപോലെ തന്നെ ഈ പിങ്ക് കളർ ആയിട്ടുള്ള സാധനം ഫെയ്ഡായി പോകും എപ്പോ നമ്മൾ HCl ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ അതിനർത്ഥം എന്താണ്? ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു നള്ളിഫൈ ദെയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്. ആസിഡിന്റെ ആസിഡിക് പ്രോപ്പർട്ടിയും ബേസിന്റെ ബേസിക് പ്രോപ്പർട്ടിയും ഇത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു പോയിട്ട് അവസാനം എന്താവും? രണ്ടാളും ന്യൂട്രലൈസ് ആവും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പൊ എന്താണ് അതിനെ മക്കളെ നമുക്ക് പറയാൻ പറ്റുക? ദ കെമിക്കൽ റിയാക്ഷൻസ് വേർ ദ ആസിഡ് ആൻഡ് ആൽക്കലി റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു നള്ളിഫൈ ദെയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് അവരവരുടെ അതാത് പ്രോപ്പർട്ടീസ് ന്യൂട്രലൈസ്, അത് നള്ളിഫൈ ചെയ്യുന്നതിനുള്ള ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ പറയുന്ന പേര് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നിങ്ങൾ ഡെഫിനേഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടേതായ വാക്കുകൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ എഴുതണോ? അല്ല, നിങ്ങൾ നിങ്ങളുടേതായ വാക്കുകൾ എഴുതണം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായ എന്താണ്? ഓക്കെ, ആസിഡും ബേസും റിയാക്ട് ചെയ്ത് രണ്ടാളും കൂടി എന്താവും? അവരവരുടെ പ്രോപ്പർട്ടി എന്താവും? ന്യൂട്രലൈസ് ചെയ്തു. രണ്ടാളുടെയും പ്രോപ്പർട്ടി, ഒരാളുടെ അസിഡ് ആണെങ്കിൽ അത് അസിഡ് അല്ലാതായി, ഒരാൾ ബേസ് ആണെങ്കിൽ അവർ ബേസ് അല്ലാതായി. രണ്ടാളുടെയും പ്രോപ്പർട്ടീസ്, അവരവരുടെ പ്രോപ്പർട്ടീസ് മൊത്തം ന്യൂട്രലൈസ് ആകുന്ന ആ റിയാക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷന് കുറച്ച് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്? HBr plus KOH ഗിവ്സ് HBr plus H2. അപ്പൊ നേരത്തെ റിയാക്ഷൻ എന്താണ്? നമ്മൾ കണ്ട റിയാക്ഷൻ HCl plus NaOH ഗിവ്സ് NaCl plus H2. ന്യൂട്രലൈസ് ആവുന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങൾ 3 റിയാക്ഷൻ നോക്കി. ഇത് HI plus KOH ഗിവ്സ് KI plus H2. 3 റിയാക്ഷന് പ്രത്യേകത എന്താണ്? 3 റിയാക്ഷനിലും അവസാന പ്രൊഡക്റ്റിന്റെ കൂടെ H2 ഉണ്ട്. മറ്റേതൊക്കെ അത് അവരുടെ രണ്ടും കൂടി ചേർന്നിട്ടില്ല, അതിന്റെ സോൾട്ട് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ സോൾട്ടുകൾ ഫോം ചെയ്ത്, ഇവരൊക്കെ സോൾട്ട് ആണ്. ഓക്കെ, ഇതും സോൾട്ട് ആണ്. ഇവിടെ സോറി, ഇത് HBr അല്ല കേട്ടോ, KBr ആണ്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, KBr ആണ്. ഓക്കെ, അപ്പൊ ഇവരൊക്കെ KBr, KI, NaCl മൂന്നാളും സോൾട്ട് ആണ്. പക്ഷെ ഇവരുടെ കൂട്ടം വാട്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ ന്യൂട്രലൈസ് ആവെന്ന് പറഞ്ഞ എന്താണ്? ആസിഡും ബേസും കൂടി ചേർന്നിട്ട് ന്യൂട്രൽ ആയിട്ട് എന്ത് ഫോം ചെയ്യും? സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. സോൾട്ട് ഫോം ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും. അപ്പൊ ഈ വാട്ടറിന്റെ പ്രസൻസ് കൊണ്ടാണ് എന്താവുന്നത്? അവർ ആസിഡും അല്ല. വാട്ടർ എന്ന് വെച്ചാൽ ആസിഡ് ആണോ? അല്ല. വാട്ടർ എന്ന് വെച്ചാൽ ബേസ് ആണോ? അല്ല. വാട്ടർ എന്ന് വെച്ചാൽ ആസിഡും ബേസും അല്ലാത്ത ഒരാളാണ്. അപ്പം വാട്ടർ എന്താണ്? വാട്ടർ നോക്കി നിങ്ങൾ നോക്കി ആരാണ് ഉള്ളത്? ഓക്സിജൻ ആണുള്ളത്. ഇവിടെ H2 ഉണ്ട്. ഹൈഡ്രജൻ മെറ്റൽ ആണോ? അല്ല, നോൺ മെറ്റൽ. അപ്പൊ ഓക്സിജനോ? ഓക്സിജൻ. അപ്പൊ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? നോൺ മെറ്റൽ ഓക്സൈഡ്സ് എന്താണ് നമ്മൾ പഠിച്ചത്? നോൺ മെറ്റൽ ഓക്സൈഡ്സ് നമ്മൾ പഠിച്ചു അസിഡിക് ആണെന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ് ഇത്. പക്ഷെ അസിഡിക് ആണോ? അല്ല. വാട്ടർ എന്താണ്? വാട്ടർ ഈസ് ന്യൂട്രൽ. വാട്ടർ എന്താണ്? വാട്ടർ ന്യൂട്രൽ ആണ്. അത് ആസിഡും അല്ല, ബേസും അല്ല. ആസിഡിന്റെ പ്രോപ്പർട്ടിയും ബേസിന്റെ പ്രോപ്പർട്ടിയും കാണിക്കുന്നത് അതിനെ ആംഫോട്ടറിക് എന്ന് വിളിക്കും. വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ആസിഡും അല്ല, ബേസും അല്ല. പക്ഷെ ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആളാണ് ആര്? നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ക്ലൂ കിട്ടി. അപ്പൊ ഇതിന്റെ ബേസിലാണ് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന വേറെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് രണ്ട് കോമൺ ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ വയറിൽ, അതായത് നമ്മുടെ ആമാശയം എന്ന് പറഞ്ഞ സ്ടൊമാക്കിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ഏത് ആസിഡാണ് ഉള്ളത്? നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, HCl ഉണ്ട്. അപ്പൊ HCl ഉള്ളത് കൊണ്ട് നമ്മുടെ pH എന്ന് പറയുന്നത് നമ്മുടെ അസിഡിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. ഇവിടെ നമ്മുടെ സ്ടൊമാക്കിൽ എന്ന് വെച്ചാൽ ആസിഡ് ക്യാരക്ടർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? നമ്മുടെ സ്ടൊമാക്കിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതെപ്പോഴും ഭയങ്കര ഏകദേശം ഒരു ലെവലിലുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അസിഡിറ്റി ഉണ്ടാവുന്ന, അയ്യോ അസിഡിറ്റി ആണ്, അതുകൊണ്ട് നമുക്ക് ഈ എരിവുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല, എരിവും പുളിയുള്ള സാധനങ്ങളൊക്കെ കുറക്കണം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയും. അസിഡിറ്റി ഉണ്ടെന്ന് പറയും. അസിഡിറ്റി ഉള്ള സമയത്ത് നമുക്ക് അസിഡിറ്റി ട്രീറ്റ് ചെയ്യണം. അപ്പൊ അസിഡിറ്റി ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് കൂടുതൽ അസിഡിറ്റി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അസിഡിറ്റി കുറക്കാൻ നമ്മൾ ചെയ്യണം. ഒരാളുടെ ആസിഡ് സ്ട്രെങ്ത് കൂടി, അപ്പൊ നമ്മൾ കുറക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ആഡ് ചെയ്യണം.
ബേസ് അല്ലെങ്കിൽ ഒരു ആൽക്കലി, നമ്മൾ എന്താ പറയുക, വാട്ടർ ഡിസോൾവ് ചെയ്യുന്ന ബേസിനാണ് ആൽക്കലി എന്ന് പറയുന്നത്. നമ്മുടെ ആമാശയത്തിൽ വെള്ളം ആസിഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിൽ ഡിസോൾവ് ആകാൻ പറ്റുന്ന പോലത്തെ ബേസ് ആൽക്കലി ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ആൽക്കലി ആഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ പോട്ടെ, ഒരു ബേസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ആസിഡിന്റെ സ്ട്രെങ്ത് കുറച്ച് കൊടുക്കും. ഒരുപാട് ബേസ് വേണ്ട, നമുക്ക് ആദ്യം നോർമലായിട്ട് നമ്മുടെ ആമാശയത്തിൽ എത്രയാണോ ആസിഡിന്റെ ഒരു അളവ് വേണ്ടത് അത്രത്തോളം ലെവലിലേക്ക് നമ്മൾ അതിന്റെ സ്ട്രെങ്ത് എത്തിക്കണം, ആസിഡിന്റെ ലെവൽ എത്തിക്കണം. അപ്പൊ അത്ര മാത്രമേ നമ്മൾ ബേസ് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ ആസിഡിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റാസിഡ്. എന്താണ് ആന്റാസിഡ് എന്ന് പറയുന്നത്? എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ആന്റാസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റാസിഡ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? അസിഡിറ്റിയുടെ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തിനാണ് ആന്റാസിഡിന്റെ പ്രത്യേകത? എന്താണ്? ആന്റാസിഡ് ഇസ് എ ബേസ്, അതായത് ബേസിക് നേച്ചർ ഉള്ള ഒരു സാധനമാണ് ഈ ആന്റാസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റാസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അസിഡിറ്റി കൂടി നല്ല ആസിഡ് ലെവലായി. അപ്പൊ അസിഡിറ്റി കുറക്കാൻ ആന്റാസിഡ് ആഡ് ചെയ്ത് എന്ത് ചെയ്യും, ആന്റാസിഡ് ആ എക്സ്ട്രാ വന്ന ആസിഡിന്റെ അമൗണ്ട് കൂടി റിയാക്ട് ചെയ്തിട്ട് ആ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ആസിഡ് ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരും. ഇത്ര ആസിഡ് ലെവൽ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്തു, ആന്റാസിഡ് കൂടി ആഡ് ചെയ്തപ്പം അതും കൂടി റിയാക്ട് ചെയ്തിട്ട് അതിങ്ങനെ കുറഞ്ഞു വന്നു, കുറച്ചുകൂടി ആസിഡ് ലെവൽ കുറഞ്ഞു. അപ്പൊ അതിനാണ് നമ്മൾ ആസിഡ് ലെവൽ സ്റ്റൊമാച്ച് കൂട്ടി കഴിഞ്ഞാൽ ആന്റാസിഡ് ഉപയോഗിക്കുക. ആസിഡിറ്റിക്ക് ഏറ്റവും നല്ല ഔഷധം ആന്റാസിഡ് ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ, സ്ലേക്കഡ് ലൈം ഈ സ്പ്രിങ്കിൾഡ് ബൈ ഫാമേഴ്സ് ഇൻ ഫാംസ്. ഒരു വെള്ളപ്പൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ തെങ്ങിനും മറ്റു ചിലപ്പോൾ ചെടികളൊക്കെ ഈ വെള്ളപ്പൊടി ഇങ്ങനെ വിതർന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്തിനായിരിക്കും അവർ കുമ്മായപ്പൊടി പോലെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്, കക്ക പൊടിച്ചിട്ട് ഇങ്ങനെ ഇടുന്നൊക്കെ പറയുന്നത്. അതാണ് സ്ലേക്കഡ് ലൈം. നമ്മൾ കക്ക എന്ന് പറയുന്ന സാധനമാണ് കാൽസ്യം ഓക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ അടങ്ങിയിട്ടുള്ള, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അടങ്ങിയിട്ടുള്ള സാധനം. കക്ക നമ്മൾ എന്ത് ചെയ്യും, കാൽസ്യം ഹൈഡ്രോക്സൈഡ് കക്ക നമ്മൾ പൊടിയാക്കിയിട്ട് എന്ത് ചെയ്യും, ഈ തെങ്ങിനും മറ്റ് ചെടികളൊക്കെ താഴെ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ കാണാറുണ്ട്, കൃഷിക്കാരുണ്ടെന്ന് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ചുറ്റൂടെ വീട്ടിലോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. വെള്ളപ്പൊടി ഇട്ടാണ് നിങ്ങൾ ചോദിക്കും എന്തിനാണ് ചെടികൾക്കൊക്കെ താഴെ ഇതിന് വെള്ളപ്പൊടി ഇട്ട പൗഡർ ഇട്ടതാണ്, അവരെ സൗന്ദര്യം കൂട്ടാൻ, അവരെ സ്റ്റൈൽ കൂട്ടാൻ വേണ്ടിയിട്ട് പൗഡർ ഇട്ടാണോ? തെങ്ങിന്റെ എല്ലാം താഴെ പോയിട്ട് ഈ വെള്ളപ്പൊടി ഇട്ടുണ്ടെങ്കിൽ ഹായ് നല്ല പൗഡർ എന്ന് പറഞ്ഞെടുത്ത് ഇടാൻ പറ്റുമോ? അങ്ങനെ ഒന്നും ഇട്ടേക്കല്ലേ, പണി പാളും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം ഓൾറെഡി എന്താണത്, അതൊരു ബേസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അതൊരു ബേസ് ആണ്, കൂടെ ഒരു ആൽക്കലിയാണ് അല്ലെ. ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ, ഹൈഡ്രോക്സൈഡ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാതെ ആൽക്കലി ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് OH- കൊടുക്കുന്ന ആൾക്കാരാണ് ആൽക്കലി. ഈ ക്ലാസ്സിൽ നമ്മൾ അറീനിയസ് പറഞ്ഞു എന്താണ് OH- കൊടുക്കുന്ന ആളാ ബേസ് എന്ന് പറയാം. അപ്പൊ OH- കൊടുക്കുന്നുണ്ട് ആൽക്കലി തന്നെ. അപ്പൊ നമ്മൾ എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ എന്തിനായിരിക്കും ആഡ് ചെയ്യുന്നത്? എന്തിനായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ബേസ് ആഡ് ചെയ്യുന്നുണ്ട്? അതിന് ഒറ്റ കാരണമുള്ളൂ, എന്താണ്? അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അസിഡിറ്റി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ബേസ്, ഇപ്പം സ്റ്റൊമാക്ക് നമ്മൾ ആമാശയത്തിൽ അസിഡിറ്റി കൂടി കഴിഞ്ഞാൽ നമ്മൾ ആന്റാസിഡ് ആഡ് ചെയ്തിട്ട് അസിഡിറ്റി കുറക്കും. അപ്പൊ മണ്ണുകളിലൊക്കെ അസിഡിറ്റി കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ എന്താണ് കക്കപ്പൊടിയോ കക്കയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്തിനാണ്? വൈ ആർ ദേ ഡൂയിങ് ഇറ്റ്? ദേ ആർ ഡൂയിങ് ഇറ്റ് ടു ഡിക്രീസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ. ഓക്കെ, അപ്പൊ അണ്ടർലൈങ് പ്രോസസ് എന്താണ്? പ്രോസസ് ആണ് ന്യൂട്രലൈസേഷൻ. അതുപോലെ തന്നെ നമ്മൾ ഈ അസിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് ആവശ്യം? ഇപ്പൊ നമ്മൾ കണ്ടു, മണ്ണിലായിക്കോട്ടെ, അതുപോലെ നമ്മളെ വയറിലായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലായിക്കോട്ടെ, ഇവിടെ ആയാലും നമ്മൾ അസിഡിറ്റി നോക്കണം. ഇപ്പൊ നിങ്ങൾ അക്വേറിയം, പുതുതായിട്ട് നിങ്ങൾ ഒരു അക്വേറിയം വാങ്ങിക്കുന്നു. ഓക്കെ, പുതുതായിട്ട് ഒരു അക്വേറിയം വാങ്ങിക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അക്വേറിയത്തിൽ ആ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിന് ഒരു പെർട്ടിക്കുലർ pH ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളത്തിൽ ഓക്സിജൻ അമൗണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുതുതായിട്ടൊരു അക്വേറിയം, നിങ്ങൾ മറൈൻ അക്വേറിയം ആയിക്കോട്ടെ, സാധാ അക്വേറിയം ആയിക്കോട്ടെ, ഏത് അക്വേറിയം ആയിക്കോട്ടെ, അക്വേറിയം ആക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിന്റെ ചൂട്, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അതുപോലെ വെള്ളത്തിലെ pH നന്നായി ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം മിക്കവാറും ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ചിലപ്പം ഇപ്പൊ മറൈൻ അക്വേറിയം ഒക്കെ ആക്കുവാണെങ്കിൽ, നിങ്ങൾ മറൈൻ അക്വേറിയം ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചാൽ മനസ്സിലാവും. അതായത് ഈ കടൽ ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് അക്വേറിയത്തിൽ വളർത്താൻ പറ്റും. അപ്പൊ ആ സമയത്ത് നമ്മുടെ കടലിന്റെ pH നമ്മുടെ നോർമൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അവർ ചത്തുപോകും. അപ്പൊ അവർക്ക് ആ ഒരു pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചെടി, അതായത് സോയിൽ, ചില ചെടി നടുമ്പം എല്ലാ ചെടിയും എല്ലാ ടെമ്പറേച്ചറിലും വളരെ, എല്ലാ ചെടിയും എല്ലാ മണ്ണിലും വളരില്ല. അപ്പൊ മണ്ണിൽ നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ കക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ pH കുറക്കാൻ നോക്കും. ചിലപ്പോൾ pH കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും ഈ എന്താ ചാരം ഇടുന്നതും അല്ലെങ്കിൽ ഈ ചാണകമൊക്കെ ഇടുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ ചില സമയം വളങ്ങളായിട്ട്, വളത്തിന് മുമ്പ് ഈ മണ്ണ് ഒരുക്കുവാന്ന് പറയും. നമ്മളിപ്പോൾ ഒരു ചെടിയൊക്കെ നടുന്നതിന് മുമ്പ് ആകെ മൊത്തം കിളച്ച് മറിക്കുന്ന ഓക്സിജന്റെ ഒരു അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്ത് ഈ കരിയിലകളൊക്കെ ഇല്ലേ, ഇലകളൊക്കെ ഇട്ട്, ഇലകളുടെ കൂടെ ഈ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മണ്ണ് മിക്സ് ആക്കിയിട്ട് മണ്ണ് ഒരുക്കും. അതെന്തിനാ ചാണകമൊക്കെ ആഡ് ചെയ്യുന്നത്? ചാണകമൊക്കെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ അസിഡിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്ന് ആസിഡിക് ക്യാരക്ടർ ആയിട്ട് അതിന്റെ ഒരു അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടെ അതിന്റെ കൂടെ എന്ത് ചെയ്യും, നമ്മൾ ചാരം കൂടി ആഡ് ചെയ്യും. അതൊക്കെ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? അസിഡിറ്റി ഒന്നും നോക്കില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്സ്ട്രാ ഇങ്ങനത്തെ ഇലകളും ചാണകം അതും ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? അസിഡിറ്റിക്ക് നന്നായി കൂടും.
അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെടികൾ വളർന്നു കഴിയുമ്പോൾ നമ്മൾ ചെടികളെ വളർച്ച ഒന്നും മുരടിച്ച രീതിയിൽ വരുന്ന നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഈ പൊടിയും കൂടി ഇടും. ഈ വെള്ളപ്പൊടിയിൽ നമ്മളിപ്പോൾ സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞ പോലെ കക്കപ്പൊടിയും സാധനങ്ങളൊക്കെ ഇട്ട് നോക്കും. എന്തിനാണ്? ആ സമയത്ത് അതിന്റെ ആസിഡ് സ്ട്രെങ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ആ ഒരുപാട് ആസിഡ് ആവണ്ട, കുറച്ച് ആസിഡ് സ്ട്രെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ ആസിഡ് സ്ട്രെങ്ത് അധികം കൂടാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ബേസിക് സ്ട്രെങ്ത് ഇവിടെ നോക്കുന്നില്ല കേട്ടോ, ആസിഡിന്റെ ലെവലാണ് നോക്കുക. ആസിഡിറ്റി കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല, അങ്ങനെ നമ്മൾ പറയും. അപ്പൊ വാട്ടറും സോയിലും നോക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി. എന്തിനാണ്? അവിടെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിനാണെങ്കിൽ ജീവികളുടെ ഗ്രോത്തിന്, മണ്ണിലാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അസിഡിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു എക്സ്പെരിമെന്റ്, നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യത്തും പോലെ നമ്മൾ എക്സ്പെരിമെന്റ് എടുക്കുന്നു. 3 ടെസ്റ്റ് ട്യൂബ് ഞാൻ എടുത്തു. ഒരു ടെസ്റ്റ് ട്യൂബിൽ HCl-ഉം, രണ്ടാമത്തിൽ NaOH-ഉം, മൂന്നാമത്തിൽ വാട്ടറും. HCl NaOH ഞാൻ സ്ട്രോങ് അല്ല എടുത്തത് കേട്ടോ, ഡയല്യൂട്ട് ആണ്. കോൺസെൻട്രേറ്റഡ് അല്ല ഞാൻ എടുത്തത്, ഡയല്യൂട്ട്. അത്ര മതി, വെറുതെ എന്തിനാ നമ്മൾ ഡയല്യൂട്ട്, നമ്മൾ ആവശ്യത്തിന് നമുക്ക് അത്ര മാത്രം മതി. ഡയല്യൂട്ട് മാത്രമേ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ കാര്യത്തിനൊക്കെ വേണ്ടൂ. കോൺസെൻട്രേറ്റഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹയർ ക്ലാസ്സിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഉപയോഗിക്കും. നിങ്ങൾ നമ്മുടെ മനോരമയുടെ ഈ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഹൊറൈസന്റെ 11ന്റെയും 12ന്റെയും ഒക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവരുടെ ആ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനി ഈ പ്രോഗ്രാം എടുക്കണമെന്ന് ഞാൻ പറയാം, എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇതുപോലത്തെ എക്സ്പെരിമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl ഒന്ന് ആദ്യം ഒന്നും എടുക്കുക. കാരണം എടുത്തു കഴിഞ്ഞാൽ പ്രയാസമാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അസിഡിക് സ്ട്രെങ്ത് നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ ഇത് മതി. പിന്നെ ചിലപ്പം ചില റിയാക്ഷൻസ് നടക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റഡ് HCl-ഓ അല്ലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള NaOH ഒക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ഞാൻ ഡയലൂട്ട് NaOH-ഉം ഡയലൂട്ട് HCl-ഉം വാട്ടറും 3 ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ നേച്ചർ നോക്കി, അസിഡിക് ആണോ ബേസിക് ആണോ നോക്കി. അതിനുശേഷം ഞാൻ ഫിനോഫ്തലിൻ കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നോക്കി. അപ്പൊ നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ എന്ത് മനസ്സിലായി? റെഡ് ലിറ്റ്മസ് പേപ്പർ ആകെ വർക്കാവുന്ന ആരിലാണ്? അത് ബേസ് ആണെങ്കിൽ മാത്രമാണ്. അപ്പൊ നമ്മൾ ഡയലൂട്ട് NaOH നോക്കിയപ്പോൾ എന്തായി? നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി? ബ്ലൂ ആയി. എന്നാൽ ഡയലൂട്ട് HCl നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ബ്ലൂ റെഡ് ആയി. വാട്ടറിലായപ്പോ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തപ്പോൾ അത് ബ്ലൂ കളറിൽ നിന്നു റെഡ് ആയപ്പം, അതായത് വാട്ടർ ആയപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ബ്ലൂ എന്തായി? ബ്ലൂ ആയിട്ട് തന്നെ നിന്നു, റെഡ് ആയിട്ട് തന്നെ നിന്നു. ഓക്കെ, അപ്പൊ ആസിഡിലാകുമ്പോൾ റെഡ് ആയിട്ട് നിൽക്കും, അതുപോലെ തന്നെ ബേസിലാണുമ്പോൾ ബ്ലൂ ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ ഇനി നമ്മൾ ഫിനോഫ്തലിൻ എടുത്തു. ഫിനോഫ്തലിൻ ആകെ ഒറ്റ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും, ബേസിന്റെ മാത്രം. അത് വാട്ടറിലും ആസിഡിലും ഒന്നും അറിയും. ഫിനോഫ്തലിൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കണ്ടേ, അതിന് പിങ്ക് കളർ അല്ല. ഫിനോഫ്തലിന് കളറൊന്നുമില്ല, കളർ ഇല്ലാത്തൊരു ലിക്വിഡാണ്. പക്ഷെ അതിനെ നമ്മൾ ഒരു ഡ്രോപ്പ് ബേസിലോട്ട് ആഡ് ചെയ്താൽ ബേസിന്റെ കളർ ആകെ മാറിയിട്ട് പിങ്ക് ആവും. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫിനോഫ്തലിൻ ആസിഡിൽ ആഡ് ചെയ്ത ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളർ മാറിയിട്ട് പിങ്ക് കളറാവും. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓക്കെ, HCl എന്ന് പറഞ്ഞ അസിഡിക് ക്യാരക്ടർ ഉണ്ട്, NaOH എന്ന് പറഞ്ഞ ബേസിക് ഉണ്ട്, വാട്ടർ എന്ന് പറഞ്ഞ ന്യൂട്രൽ ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മൾ അസിഡിറ്റി ചെക്ക് ചെയ്തു അല്ലേ? പക്ഷെ ഇതുപോലെ എപ്പോഴും സിമ്പിൾ ആയിരിക്കുമോ? അല്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ അസിഡിറ്റിക്കും ബേസിക് ക്യാരക്ടറും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് pH വാല്യൂ. അപ്പൊ pH വാല്യൂ എന്തിനാണ്? അസിഡിക് ആൻഡ് ആൽക്കലൈൻ നേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ pH വാല്യൂ ഉപയോഗിക്കുന്നത്. അപ്പൊ pH വാല്യൂ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതായത് നമ്മൾ കിട്ടുന്ന ഒരു സാധനം, നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റൻസ്, അത് ആസിഡ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ ലിക്വിഡ് എടുത്തു. അപ്പൊ അതിലുള്ള ഹൈഡ്രജൻ പ്ലസ് അയോൺ, അതായത് H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടോ ആ ബേസിസിലാണ് അതിന്റെ pH പറയുന്നത്. H+ അയോൺ കോൺസെൻട്രേഷൻ ഒരുപാട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. കാരണം H+ അയോൺസ് കൊടുക്കുന്ന ആളാണല്ലോ ആസിഡ്. അപ്പൊ H+ അയോൺസ് കൂടുതലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അത് നല്ല ആസിഡ് ആണ്, നല്ല സ്ട്രോങ് ആയിട്ട്. നല്ല ആസിഡ് എന്നല്ല, നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള ആസിഡ് എന്നല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. ആസിഡ് ലെവൽ നല്ല കൂടുതലാണ്. ഇനി H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ അതിനർത്ഥമായിരിക്കും അതിന്റെ pH കുറവായിരിക്കും, pH കൂടുതലായിരിക്കും. പക്ഷേ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് അതൊരു സ്ട്രെങ്ത് കുറഞ്ഞ ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ചെറിയ ഐഡിയ മതി. H+ അയോൺ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ pH വാല്യൂ പറയുന്നത്. അപ്പൊ H+ അയോൺസ് കോൺസെൻട്രേഷൻ കൂടുതലാണ് അതിൻ്റെ അർത്ഥം നല്ല ആസിഡാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. H+ അയോൺസ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ അത് സ്ട്രോങ് അല്ലാത്ത ആസിഡാണ്. അപ്പൊ ഒരു ബേസ് ആയിരിക്കും നമുക്ക് ഏകദേശം ഊഹിക്കാം. ഓക്കെ, അപ്പൊ pH സ്കെയിൽ എന്ന് വെച്ചാൽ 0 to 14, അതായത് 0 അല്ല, ലിറ്ററലി 1 to 14, 1 തൊട്ട് 14 വരെയാണ് സ്കെയിൽ പറയുന്നത്. 7, അതായത് pH 7 7 വാട്ടർ, അത് ന്യൂട്രലാണ്. അപ്പൊ 7ന് താഴെ അതൊക്കെ ആസിഡും 7ന് മുകളിൽ വരുന്നതെല്ലാം ബേസും ആണ്. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന കുറച്ച് ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോമാഗിൽ ആരാ ഉള്ളത്? HCl ഉണ്ട്. അപ്പൊ നമ്മുടെ ആമാശയത്തിലെ ആസിഡ് എത്രയാണ്? ഏകദേശം 1, ഏകദേശമാണ്, ഇത് കറക്റ്റ് വാല്യൂ അല്ല, ഏകദേശമുള്ള വാല്യൂ ആണ്. അതിന്റെ pH 1 ആണ്, അതായത് pH 1 ആണ്, അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. പിന്നെ ലെമൺ, ഇതൊക്കെ ഏകദേശമാണ്, ലെമണിലും 2 ഒന്നുമില്ല, അതിലും മുകളിലൊക്കെ ആയിരിക്കും ലെമൻ്റെ ഒക്കെ ഉണ്ടാവും, പക്ഷേ ഏകദേശം ഒരു വാല്യൂ ആണ് കേട്ടോ.
ലെമൺ അഥവാ നമ്മുടെ ചെറുനാരങ്ങ, നാരങ്ങയിലൊക്കെ എത്രയാണ്? ഏകദേശം 2 അടുപ്പിച്ചാണ് pH. അപ്പൊ അതൊക്കെ ആസിഡ് ആണ്. വിനാഗിരി 3 തക്കാളി 4 കോഫി 5 പാല് 6 പാലെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ബേസ് ആണെന്നൊക്കെ സംശയം. അല്ല, പാല് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അതൊരു അസിഡിക് ആണ് 6. പക്ഷെ നമ്മളെ ബ്ലഡ് നോക്കിയേ, ബ്ലഡ് കുറച്ച് ബേസിക് ആണ്. 7നും 8നും ഇടയിലാണ്, 8 7നും 8നും ഇടയിലാണ്. ഓക്കെ. അതുപോലെ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞ സാധനം, അപ്പക്കാരം. ഓക്കെ, സോഡിയം ബൈ അപ്പക്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്ലീനിങ്ങിന് ഉപയോഗിക്കാതെ. ഓക്കെ. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി ബ്രെഡൊക്കെ ഉണ്ടാകുന്ന സമയത്തും പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ അപ്പക്കാരം. നമ്മളിപ്പോൾ എന്താ പറയണ്ടേ, കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പക്കാരം. പിന്നെന്താണ്? സ്റ്റൊമാക് ടാബ്ലറ്റ്, ആമാശയ ഗുളികകൾ എന്ന് പറയുന്നത്, അതായത് അൻറ്റാസിഡ്. അസിഡിറ്റി കുറക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന അൻറ്റാസിഡ് നമ്മൾ കേട്ടു അല്ലേ? അപ്പൊ അൻറ്റാസിഡ് ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഗുളികയുണ്ട്, ആ ടാബ്ലറ്റുകൾ, അവർ ഏകദേശം pH 10. അപ്പൊ നമ്മൾ പിന്നെ അമോണിയ സൊല്യൂഷൻ, അമോണിയയുടെ കാര്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ 10ാം ക്ലാസ് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അമോണിയ ഒരു ബേസ് ആണ്. അപ്പൊ അമോണിയ സൊല്യൂഷൻ ഏകദേശം എത്രയാണ്? 11ഓളം വരും. പിന്നെ സോപ്പ്, കുളിക്കുന്ന സോപ്പല്ല എന്ന് വെച്ചാൽ അങ്ങെത്തി, അത് വല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്, 12ഓളം എത്തി. പിന്നെ ബ്ലീച്ചിങ് പൗഡർ, നമ്മൾ കിണറ്റിലൊക്കെ എന്താണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പൊ ബ്ലീച്ച് എന്ന് പറഞ്ഞ സാധനം, കിണറ്റിലെ ബ്ലീച്ച് അല്ല കേട്ടോ, ഇത് മാറിപ്പോയി, ആ ബ്ലീച്ച് അല്ല, ഇത് വേറെ. നമ്മൾ ഈ തുണിയൊക്കെ ബ്ലീച്ച് ചെയ്യുന്ന പറയില്ലേ, ആ ബ്ലീച്ചിങ് സാധനം. അതായത് സംഭവം ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒന്നും തന്നെ, ആ ബ്ലീച്ചിങ് പൗഡർ അല്ലാന്നേ ഉള്ളൂ, അതും ബേസിക് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ബ്ലീച്ച് എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. പിന്നെ ഡ്രെയിൻ ക്ലീനർ, ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ, നമ്മളിപ്പം സോപ്പിന് പകരം നമ്മൾ ഈ പാത്രങ്ങൾ ഇതൊക്കെ എടുക്കുന്നത്, ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്നത്, അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്. അപ്പം എന്താണ്? 7 എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള വാട്ടറാണ്. പക്ഷെ 7ന് താഴോട്ട് എന്താണ്? ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? <<7 ആണ്. ബേസ് എന്ന് വെച്ചാൽ എന്താണ്? <7. അപ്പൊ ഈ ഒരു സ്കെയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആസിഡ് <7, ബേസ്. ബേസ് ആയിരിക്കും ഏറ്റവും ഹൈ pH ഉണ്ടാവുക. ഓക്കെ. അപ്പോ pH നമുക്ക് ഇങ്ങനെ pH സ്കെയിൽ, ഇതൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ, ഇതൊരു കളറുള്ള ഒരു പേപ്പറാണ്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നിങ്ങൾ കളർ കണ്ടോ? പല കളർ ഉണ്ട്. ചുവപ്പാവുമ്പം എന്താണ്? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ് ചുവപ്പ് കളർ. നിങ്ങൾ നോക്കി, നമ്മുടെ വിബ്ജോർ എന്നൊക്കെ പറയുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് പോലെ നമുക്ക് തോന്നാം. റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷെ അങ്ങനെ ഒന്ന് ഓർമ്മിച്ചാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഓർമ്മിച്ചാൽ മതി. അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ ഇതൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഏകദേശം, പിന്നെ ഒരു ഗ്രീൻ ടിൻഡ്, അതായത് പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഷെയ്ഡൊക്കെ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിക് സ്ട്രെങ്ത് ആണ്. ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ് ഒക്കെ കാണിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ്? അതൊക്കെ ബേസ് ആണ്. ഇതൊരു pH സ്കെയിലാണ്. ഇത് നിങ്ങൾക്ക് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ പോലെ തന്നെ ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ ആണ് ഉണ്ടാവുക. അത് പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല. ഒരു ക്രീം കളർ ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മൾ ഈ pH സ്കെയിൽ എന്ന് പറഞ്ഞൊരു പേപ്പർ തരുക. അപ്പൊ ഈ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആസിഡിക് സ്ട്രെങ്ത് ഏതിൻ്റെയാണോ കാണേണ്ടത് അതൊരു ഡ്രോപ്പ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ ക്രീം കളർ ഷീറ്റ്, അതായത് pH പേപ്പർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പേപ്പറിന്റെ കളർ മാറിയിട്ട് നമ്മൾ ഈ സ്കെയിലുള്ള ഏത് കളറാണെന്ന് നോക്കുക. ചിലപ്പോൾ നല്ല ചുവന്ന കളർ വരുന്നുണ്ട്, അതിനർത്ഥം എന്തായിരിക്കും? അത് 0 ആണെന്നല്ല. ചുവന്ന കളർ വരുന്നുണ്ട്, അതിനർത്ഥം വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. 1 2 pH ആവാം. നമുക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റും. അക്യുറേറ്റ് ആയിട്ട് ഇതാണ് pH എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏകദേശം പറയാൻ പറ്റും ഈ ഒരു റേഞ്ചിലുള്ള ഒരു pH ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ അത്ര മതിയോ? ഇനി ചിലപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഒരു ബ്ലൂ വയലറ്റ് ഷെയ്ഡാണ്, അപ്പം മനസ്സിലായി ഓക്കെ അതൊരു ബേസ് ആണ്. പക്ഷെ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടണം. അതിനെന്ത് ചെയ്യുക? അതിനാണ് നമ്മൾ pH മീറ്റർ ഉപയോഗിക്കുക. pH മീറ്റർ എന്താണ്? അത് pH കാണാൻ വേണ്ടി, അത് അക്വാട്ടിക് സൊല്യൂഷന്റെ pH കാണാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. അതെന്താ വെച്ചാൽ 2 ഇലക്ട്രോഡ്, നമ്മൾ ഇലക്ട്രോഡൊക്കെ വെച്ചിട്ട് എന്താണ് അത് തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് pH. കണ്ടോ? pH മീറ്റർ ഏകദേശം സെറ്റപ്പ് ചെയ്താൽ ഇതുപോലെ ഉണ്ട്, ഇവിടെ കൊടുത്ത പോലെ ഉണ്ടാവും. താഴെ ഒരു ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് pH വാല്യൂ കാണിക്കും. നമ്മുടെ ലിക്വിഡ് നമ്മൾ ഇവിടെ എടുക്കും. ഇതാണ് ഈ ഒരു മെഷറിംഗ് അപ്പാരറ്റസ് ആണ്. ഇതിനുള്ള റിയാക്ഷൻ ഒക്കെ നടന്നിട്ടാണ് നമുക്ക് ഇവിടെ വാല്യൂ ഡിജിറ്റലായിട്ട് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. pH മീറ്റർ വെച്ച് നമുക്ക് അക്യുറേറ്റ് വാല്യൂ കിട്ടും. pH സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഏകദേശം റേഞ്ച് കിട്ടും pH മീറ്റർ വെച്ചിട്ട്. അതായത് നമ്മൾ ആലോചിക്കും, നമ്മൾ വന്ന വഴി നിങ്ങൾ ആലോചിക്കേ, നമ്മൾ ആദ്യം ആസിഡ് ഏതാ ബേസ് ഏതാന്ന് ഐഡന്റിഫൈ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. പല മെത്തേഡ്സും റിയാക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ആസിഡ് ആണോ ബേസ് ആണോ മനസ്സിലായി. ഇനി എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? കുറച്ചുകൂടി ഐഡന്റിഫൈ നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ ഓരോന്നിന്റെ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് എന്താണ് അതിന്റെ സ്ട്രെങ്ത് നമുക്ക് ഈ pH സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അത് ആസിഡിന്റെ ഒന്നുകിൽ ഈ റേഞ്ചിലുള്ള ആസിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള ബേസ് ആയിരിക്കും മനസ്സിലായി. ഈ കറക്റ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? pH മീറ്റർ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. അപ്പൊ pHന്റെ ആപ്ലിക്കേഷൻ നമ്മൾ എവിടേക്ക് ഉപയോഗിക്കും? നമ്മൾ നേരത്തെ കണ്ട പോലെ ആസിഡിറ്റി കാണേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അഗ്രികൾച്ചറൽ ഫീൽഡ്, ഇപ്പൊ നമ്മുടെ മണ്ണിന്റെ pH എന്ന് പറഞ്ഞാൽ ഏകദേശം 6.5 to 7.2. അതായത് 6.5 വെച്ചാൽ ആസിഡ്, 7ന് താഴെയല്ലേ, 7.2 എന്ന് വെച്ചാൽ ബേസ്. അപ്പൊ ഈ ഒരു റേഞ്ചിനിടയിലായിരിക്കണം pH. അതായത് കൂടുതൽ ചെടികൾക്കും അത്രയും വേണം. പക്ഷെ ചില ചെടികൾക്ക് കുറച്ചുകൂടി കുറഞ്ഞ pHO കൂടിയ pHO വേണം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? pH കൂട്ടുന്ന സാധനം, അതായത് ബേസ് ആഡ് ചെയ്യും. ഇനി pH കുറക്കണമെങ്കിൽ pH കുറക്കുന്ന പോലെ ചാണകവും ഇലകളും പോലത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ ചാരമോ ഇട്ടിട്ട് നമ്മളത് കുറക്കും. ഏകദേശം ഈ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ പല്ല്,
ഈ പല്ല് വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണ് പല്ലിന്റെ ഉള്ളിൽ നമ്മുടെ ഈ മോണയിലും കാര്യങ്ങളൊക്കെ ഒരു പെർട്ടിക്കുലർ പി എച്ച് ഉണ്ട്. അത് നമ്മൾ ചില ഭക്ഷണ പദാർത്ഥം നമ്മളിപ്പോൾ പുളിയുള്ള പദാർത്ഥം ഒരുപാട് കഴിക്കണമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ അമ്പഴങ്ങ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇളുമ്പി പുളി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പച്ച മാങ്ങയൊക്കെ. എന്തായാലും നമ്മുടെ പച്ച സാധനങ്ങൾ, ഈ പുളിയും സാധനങ്ങൾ ഒരുപാട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താണ്, നമ്മുടെ വായക്കുള്ളിൽ പി എച്ച് നന്നായി കുറയും. അങ്ങനെ കുറയാൻ പാടില്ല. ഭക്ഷണം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമുക്കിപ്പോൾ ഈ ഒരു കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല്ലിന്റെ വേദന, പല്ലിന്റെ കുഴപ്പങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. കാരണം എന്താണ്, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മളിങ്ങനെ നിയന്ത്രിക്കുന്നൊന്നുമില്ല. നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുക. പുറത്തുനിന്നുള്ള ഫുഡും അകത്തുനിന്നുള്ള ഫുഡും പ്രകൃതി ഫുഡും ഓർഗാനിക് ഫുഡും ആ ഫുഡും ഈ ഫുഡ് എല്ലാ ഫുഡും മിക്സ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വായ നോക്കുമ്പോൾ സകലമാന പി എച്ചിലുള്ള സാധനം വന്നുകൊണ്ടിരിക്കുക. ഒരു പർട്ടിക്കുലർ പി എച്ചിലുള്ള സാധനം ചിലപ്പം ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിക്കണമെങ്കിൽ ചിലപ്പോൾ പി എച്ച് നന്നായിട്ട് കൂടും. ഇനിയല്ല, നല്ല പുളിയുള്ള സാധനങ്ങളും എരിവും പുളികളൊക്കെ സാധനങ്ങൾ മാത്രം കഴിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, പി എച്ച് നന്നായി കുറയും. അപ്പൊ അങ്ങനെയാണ് ടൂത്ത് ഡീക്കേ ഉണ്ടാകുന്നത്. എന്താണ്, ഒരു പി എച്ച് ഒരു സെർട്ടൻ വാല്യൂവിൽ താഴെ പോകുന്നത് കൊണ്ടാണ് പി എച്ചിന് ടൂത്ത് ഡീക്കേ ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ നമ്മളെ വയറ്റിലെ കാര്യം നമ്മൾ പറയാം, ആന്റാസിഡ് ഉപയോഗിക്കുന്നത് അത് 1 നും 3 നും ഇടയിലാണ്. എന്തുകൊണ്ട്, HCl ഉള്ളതുകൊണ്ട് നമ്മുടെ ആമാശയത്തിലെ പി എച്ച് എപ്പോഴും 1 നും 3 നും ഇടയിലാണ്. അതിൽ കൂടാനും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആന്റാസിഡ് ഉപയോഗിക്കും. പിന്നെ കൂടിക്കഴിഞ്ഞാൽ, അതായത് പി എച്ച് ഇതിലും കുറയാന്ന് പറഞ്ഞാൽ ആസിഡിന്റെ ലെവൽ കൂടി എന്നർത്ഥം. ഓക്കെ, നമ്മളെ പി എച്ച് ലെവൽ കുറയുമ്പോൾ നിങ്ങൾ പി എച്ച് കൂടുതലാകുമ്പോൾ അത് നല്ല ആസിഡാന്നല്ല, പി എച്ച് കൂടിക്കഴിഞ്ഞാൽ നല്ല ബേസ് ആണ്. പി എച്ച് നന്നായി കുറഞ്ഞു കഴിഞ്ഞാലാണ് അത് നല്ല സ്ട്രോങ് ആസിഡ് എന്ന് പറയും. അപ്പൊ കുറയുവാണെങ്കിൽ നമ്മൾ ബേസ് ഉപയോഗിച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഇത് വളരെ ചെറിയ ക്ലാസ് ആയിരുന്നു. നമ്മൾ ആദ്യം അറീനിയസ് തിയറി ഡിസ്കസ് ചെയ്തു. അപ്പൊ അറീനിയസ് തിയറി അനുസരിച്ച് എന്താണ്, ആസിഡ് എന്ന് വെച്ചാൽ H+ തരുന്ന ആളാണ് ആസിഡ്സ്. പിന്നെ ബേസ് എന്താണ്, ബേസ് OH- തരുന്ന ആൾക്കാരാണ് ബേസ് എന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്ത് കണ്ടു, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കണ്ടു. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ് മക്കളെ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവരുടെ രണ്ടുപേരുടെയും പ്രോപ്പർട്ടീസ് ന്യൂട്രലൈസ്, അത് നള്ളിഫൈ ചെയ്യുന്ന റിയാക്ഷൻസിന് നമ്മൾ എന്ത് പറയാ, എന്താണ്, ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നള്ളിഫൈ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. നള്ളിഫൈ എന്ന് വെച്ചാൽ രണ്ടും, നൾ എന്ന് വെച്ചാൽ 0 ആണ്, നള്ളിഫൈ എന്ന് വെച്ചാൽ രണ്ട് സൈഡും 0 ആക്കുന്ന റിയാക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് എപ്പോൾ എന്ത് കിട്ടും, സാൾട്ട് പ്ലസ് വാട്ടർ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞത് അല്ലേ. ഈ വാട്ടർ ഉള്ളത് കൊണ്ടാണ് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. വാട്ടറിന്റെ നമ്മൾ കണ്ടു എന്താണ്, അതിന്റെ പി എച്ച് = 7 ആണ്. അത് ആസിഡും അല്ല ബേസും അല്ല. പിന്നെ അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് പി എച്ച് സ്കെയിലും പി എച്ചിന്റെ കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. പി എച്ചിന്റെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ്, മണ്ണിലും വെള്ളത്തിലൊക്കെ പി എച്ച് നോക്കേണ്ട ആവശ്യകത ഞാൻ പറഞ്ഞു. എന്താണ്, ചില ചെടികൾ വളരാൻ വേണ്ടി പി എച്ച് ഒരു നിശ്ചിത അമൗണ്ട് വേണം. പിന്നെ ടൂത്ത് ഡേക്കയും സ്റ്റൊമാക്കിന്റെ കാര്യവും പറഞ്ഞു, ആന്റാസിഡ് എന്തിനാ ഉപയോഗിക്കുന്നത് കണ്ടു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലാസ്. എവിടെയെങ്കിലും സംശയം ഉണ്ടോ ഒന്നുകൂടി പിന്നോട്ട് പോയി കണ്ടതിന് ശേഷം നിങ്ങളുടെ സംശയം മുഴുവൻ മാറ്റുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. With this, I conclude this video. Thank you for watching. Manorama Horizon. Learning made simple.